വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് 6ാം ദിവസവും തുടരും. ഇതുവരെ 366 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. 6 സോണുകളായി തിരിച്ചായിരുന്നു ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ദുരന്തഭൂമിയിൽ കാണാതായവരുടെ കൃത്യമായ എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. ചൂരൽമലയിൽ നിന്ന് സരീഷ് PK ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സരീഷ്, ഇന്ന് തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 366 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം 6 സോണുകളായി തിരിച്ചായിരുന്നു ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിയതും. ഒപ്പം തന്നെ ഈ ചാലിയാർ മേഖലയിൽ തിരച്ചിൽ നാളെയോടെ അവസാനിപ്പിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തിരച്ചിൽ ആരംഭിച്ചോ ഇന്നത്തേത്? പതിവ് പോലെ ഇന്നും തിരച്ചിൽ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. 6 സോണുകളായുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും തുടരുന്നത്. നിലവിൽ സൈന്യം ഈ മുണ്ടക്കൈ ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് സൈന്യം ഇതിനകം തന്നെ പുറപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കൂടി ആ മേഖലയിലേക്ക് പോവുകയാണ്. ഇവരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. നിങ്ങൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഉള്ളവരാണോ? ഞങ്ങൾ ദിവസങ്ങളായിട്ടുണ്ട്. പിന്നെ വന്നന്ന് മുതൽ തുടങ്ങിയ അന്ന് മുതലുള്ളതാണ് ഈ ടീമുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ സംഘാംഗങ്ങൾ തന്നെയാണ്. അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ മേഖലയിലും യഥാർത്ഥത്തിൽ ഇവരോടൊപ്പം, അതായത് ഈ പ്രവർത്തകർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ സേനകൾക്കൊപ്പം തന്നെ ഇവരെ കൂടി വിന്യസിക്കുന്നുണ്ട്. കാരണം സൈന്യത്തിന് നിലവിൽ ഈ പരിസരത്ത് മറ്റ് ആളുകളെ മാറ്റുന്നതോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നതോ വീട് ഒഴിപ്പിക്കുന്നതോ ഒക്കെ ആയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം സംഘാംഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആളുകളുടെ സേവനം കൂടുതൽ കാര്യക്ഷമമായി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ വളണ്ടിയർമാരുടെ സേവനം ഈ മേഖലയിലേക്ക് തേടുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇന്നും സജീവമായി തുടരുകയാണ്. 6 സോണുകളായി തിരിച്ചുള്ള പ്രവർത്തനമാണ് ഇന്നും നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബേലി പാലത്തിന് സമീപം ഉള്ള ചൂരൽമല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നത്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മനുഷ്യ സാന്നിധ്യം എവിടെയെങ്കിലും കണ്ടെത്തണമെങ്കിൽ നിലവിൽ മെഷീനുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾക്ക് അപ്പുറത്തേക്ക് മെഷീനുകളുടെ ഒരു സേവനം ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ കടാവർ ഡോഗുകൾ ഉൾപ്പെടെ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പോൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കൂടെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ ഈ മേഖലയിലുണ്ട്. അതെ, എത്രത്തോളം ആളുകളുണ്ട്? ഒപ്പം തന്നെ എത്രത്തോളം സജീവമാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ? മൊത്തത്തിൽ ഫുള്ള് സജീവത്വം തന്നെയാണ്. മൊത്തത്തിൽ മുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? എന്താണ് നിങ്ങൾ അവിടെ കാണുന്നത്? ഇപ്പോൾ നമ്മളൊരു ബാച്ചായിട്ടാണ് വന്നത്. ഇന്നലത്തെ ബാച്ച് ഇന്ന് പോയിട്ട് പുതിയ ബാച്ചാണ് ഇപ്പം വന്നത്. ഒരു ജില്ലയിൽ നിന്നുള്ള ഓരോ ബാച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? നമ്മൾ 66 പേരുണ്ട്. ഈ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 6 ദിവസമായി അല്ലെങ്കിൽ 5 ദിവസമായി ഒരു ബാച്ചാണ്. അതിനുശേഷമാണ് പുതിയ ബാച്ച് വരുന്നത്. അങ്ങനെ വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈന്യമുണ്ട്, ഹോംഗാർഡുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര സേനകൾക്കൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഫോഴ്സുകൾ കൂടി ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ ചൂരൽമല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇനിയും രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ മുകളിൽ മുണ്ടക്കൈയും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലയിൽ കൂടുതൽ, അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലയിലാണ് കൂടുതൽ വീടുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ പോലും ആ തകർന്ന വീടുകളിൽ നിന്നും ഈ മൃതദേഹങ്ങൾ കൂടുതലായി ഈ താഴെ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ കൂടുതൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുകയും ചെയ്തത്. ഈ അല്ലെങ്കിൽ ഇന്നലെ മാത്രമാണ് ഈ പുഞ്ചിരിമട്ടത്ത് കൂടുതൽ ആളുകളെ എത്തിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനോ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അവരെ അല്ലെങ്കിൽ അവിടെ കൂടുതൽ പരിശോധന നടത്തിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. കാരണം
അവിടെ ഏതാനും ചില വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ പുഴയോട് ചേർന്നുള്ള അല്ലെങ്കിൽ ഈ നീരൊഴുക്കുണ്ടായിരുന്ന അവിടെ ഒരു നീർച്ചാലുണ്ടായിരുന്നു, അവിടെ ഒരു അരുവി ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നുള്ള വീടുകളിലെ ആളുകൾ കൂടുതലായി ഈ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ പുഞ്ചരിമട്ടത്ത് തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിന് സമീപത്തോ അല്ലെങ്കിൽ കുളത്തിലോ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനാകുമോ, മനുഷ്യ ശരീരം കണ്ടെത്താനാകുമോ എന്നൊക്കെയുള്ള സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല, കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല. അതിൻ്റെ അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ ആ മേഖലയിൽ പരിശോധന നടത്തിയിട്ട് കാര്യമില്ല എന്ന് പ്രദേശവാസികൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ മുണ്ടക്കൈ മേഖലയിൽ പരിശോധന തുടരാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. ഈ സാഹചര്യത്തിൽ മുണ്ടക്കൈയിലെ അല്ലെങ്കിൽ മുണ്ടക്കൈ ഒപ്പം തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കൂടുതലായി പരിശോധന തുടരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലയിൽ കേന്ദ്രീകരിച്ചും ചൂരൽമല കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. പക്ഷേ ചൂരൽമലയുടെ പല ഭാഗങ്ങളിലായി സ്കൂളിന് സമീപം, വെള്ളറ സ്കൂളിന് സമീപമൊക്കെ കൂടുതലായി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും പ്രവർത്തനത്തിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി നിൽക്കുന്നത് ഈ കൂറ്റൻ കല്ലുകൾ തന്നെയാണ്. ആ കല്ലുകൾ ഉൾപ്പെടെ മാറ്റിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടേക്ക് അല്ലെങ്കിൽ കൂടുതൽ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ രക്ഷാപ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ കൂടുതൽ ആളുകളെ എത്തിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുകയും ചെയ്താൽ കൃത്യമായി സുഗമമായി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അല്ലെങ്കിൽ കൂടുതൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ വേണം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വേണം എന്നൊരാവശ്യം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല ജില്ലകളിൽ നിന്നും ഇവിടേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഇന്നലെയാണ് പുറപ്പെട്ടത്. അത്തരത്തിൽ പല മേഖലയിൽ നിന്നും പല ജില്ലകളിൽ നിന്നും കൂടുതൽ സംസ്ഥാന സേനാംഗങ്ങളെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും കൂടുതലായി നടത്താനുള്ള സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിലെല്ലാം പുഴയുടെ ഇരു കരകളിൽ നിന്നായി കൂടുതൽ മൃതദേഹങ്ങൾ ഒപ്പം തന്നെ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പുഴ കേന്ദ്രീകരിച്ച് കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തണം, കൂടുതൽ പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വരുന്ന ദിവസങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം, പരിശോധന മുന്നോട്ട് പോകണം. അതിനായി സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ പരിശോധന കൂടി കാര്യക്ഷമമാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഇനി മനുഷ്യ സാന്നിധ്യം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും കൂടുതൽ ആളുകളെ എത്തിക്കണം. കൂടുതൽ അതായത് സാങ്കേതികപരമായ പരിശോധനകൾ നടത്തണം. ആ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ ഇവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാക്ടർ ഉൾപ്പെടെ കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും ഈ മേഖല, അതായത് ഈ ചൂരൽമലയുടെ താഴ്മേഖലയിലാണ് കൂടുതലായി പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം, അതായത് കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മൃതദേഹങ്ങൾ കണ്ടെത്താനാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ശക്തമായ മഴ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. ആ മഴ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പരിസരത്തെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. കാരണം മുകളിൽ നിന്നും മണ്ണിടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരത്തിൽ മണ്ണ് ഏതെങ്കിലും സാഹചര്യത്തിൽ മണ്ണിടിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയാവും. കല്ലുകൾ ഉൾപ്പെടെ, പാറക്കല്ലുകൾ ഉൾപ്പെടെ താഴേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത് തിരിച്ചടിയാണ്. പക്ഷേ ഒഴുക്ക് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ തീവ്രത കുറയുന്നതിനനുസരിച്ച് തീർച്ചയായും രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാവും. പക്ഷേ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കല്ലുകൾക്കപ്പുറത്തേക്ക് മണ്ണ് നീക്കിയുള്ള, മണ്ണ് കുഴിച്ചു മാറ്റിയുള്ള പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം തന്നെയാണ്
ജില്ലാ ഭരണകൂടം ഈ ഉദ്യോഗസ്ഥർക്കും രക്ഷാദൗത്യ സംഘത്തിനും മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. നിലവിൽ മുകളിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ ചൂരൽമല പ്രദേശത്തേക്ക് ഇതുവരെ ഈ വെള്ളറട സ്കൂളിന് സമീപത്തൊന്നും തന്നെ നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇവിടം കേന്ദ്രീകരിച്ച് കൃത്യമായ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ പരിശോധന നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാറക്കല്ലുകൾ മാറ്റിയുള്ള പരിശോധന എത്രത്തോളം പ്രാവർത്തികമാകും, അത് എത്രത്തോളം വേഗത്തിൽ നടത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം മണ്ണ് നീക്കുന്നതിനോടൊപ്പം തന്നെ പാറക്കല്ലുകൾ നീക്കിയാൽ അത് ചിലപ്പോൾ ഈ മണ്ണ് കൂടുതലായി ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാറക്കല്ലുകൾ നീക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അത്തരത്തിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാര്യക്ഷമമായ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ചില പ്രവർത്തനങ്ങളും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ഈ മേഖല, ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്നുണ്ട്. ഏതാണ്ട് 9:30 അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, ഈ മേഖല ചലച്ചിത്ര താരം കൂടിയായ അദ്ദേഹം ഈ മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ വിവിധ തുറകളിലുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സഹായം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുന്നുണ്ട്. അത്തരത്തിൽ ഈ വയനാടിനെ കൃത്യമായി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എല്ലാവരും തയ്യാറാവുന്നു. അതിനിടയിലാണ് ചില ആശങ്കകൾ, അതായത് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയാണോ എന്ന തരത്തിലുള്ള ചില ആശങ്കകൾ വരുന്നത്. പക്ഷേ ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് ഇന്നും സ്കൂബ ഡൈവേഴ്സിനെ കൂടുതലായി ഇറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയുടെ 2 കരകളിലും പരിശോധന നടത്തണം എന്നും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ശക്തമാക്കണമെന്നും മന്ത്രിതല ഉപസമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ സേനയോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ സ്കൂബ ഡൈവേഴ്സിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും കൂടുതലായി നടക്കാനുള്ള സാധ്യത. ഇന്നും ചാലിയാർ പുഴയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നലെയും ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് അടുത്ത മണിക്കൂറുകളിലും രക്ഷാപ്രവർത്തനം സജീവമാകും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ മണ്ണ് നീക്കിയുള്ള, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന മണ്ണ് നീക്കിയുള്ള പരിശോധന എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം 12 അടി മുതൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബേലിപ്പാലത്തിന് സമീപത്താണ്, ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളാണ്. ആ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രം ഏതാണ്ട് 12 മുതൽ 25-28 അടി വരെ ഉയരത്തിലാണ് മണ്ണും പാറക്കല്ലുകളും മരങ്ങളും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം മാറ്റാനാവും, ഇത് മാറ്റി അടിത്തട്ടിൽ പരിശോധന എങ്ങനെ നടത്തും എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുകളിൽ ഭാഗത്ത്, അതായത് പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏത് രീതിയിലാണ് പരിശോധന നടത്താൻ സാധിക്കുക? അവിടെ ചെങ്കുത്തായ പ്രദേശമാണ്. ഒന്നാകെ പല വീടുകൾ, അതായത് മുണ്ടക്കൈ മേഖലയിലാണ് കൂടുതൽ വീടുകൾ നശിച്ചത്. ആ മേഖലയിൽ എത്തരത്തിലാണ് പരിശോധന നടക്കുക? അത് ചെങ്കുത്തായ മേഖലയാണ്. അവിടെ JCBയോ മറ്റ് ഭാരമേറിയ വാഹനങ്ങളോ എത്തിച്ച് പരിശോധന നടത്തുക എന്നുള്ളത് നിലവിൽ പ്രാവർത്തികമല്ല എന്നുള്ളൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ രക്ഷാപ്രവർത്തനം സുഗമമായി കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ 7:30യോടെയൊക്കെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെയും ഇറ്റാച്ചിയും JCBയും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുള്ള പരിശോധനയായിരുന്നു ഈ മേഖലയിൽ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന സ്കൂളിന് സമീപത്തു നിന്നൊക്കെ മൃതദേഹങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലായി മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പരിശോധന കാര്യക്ഷമമാക്കും. അതോടൊപ്പം തന്നെ ഈ താഴെത്തട്ടിൽ, അതായത് ഈ പുഴയുടെ സംഗമ സ്ഥലത്തേക്ക് ഈ ചാലിയാർ പുഴ നിലവിലൊരു ഈ നമുക്ക് മുന്നിലൂടെ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഒരു പുഴയായി ഒഴുകുന്ന, കൈവഴിയായി ഒഴുകുന്ന നീർച്ചാലായി, നേരത്തെ ഒരു നീർച്ചാൽ മാത്രമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട്
ഒരു പുഴയുടെ രൂപത്തിലേക്ക് ഇത് മാറിയത്. ഈ ഉരുൾപൊട്ടലിന് ശേഷമാണ് ഈ പുഴയുടെ രൂപത്തിലേക്ക് ഇതെല്ലാം മാറിയത്. അത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തണം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിലേക്ക് എത്തും. കാരണം എല്ലാ ദിവസവും രാവിലെ ഉപസമിതി യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരുടെ ഉന്നതതല യോഗവും ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് അല്പസമയത്തിനെത്തും, സ്ഥിതിഗതികൾ വിലയിരുത്തും. മുകളിൽ ഉൾപ്പെടെ പുഞ്ചിരിമട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും കളക്ടർ ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഒരു അമ്പലമുണ്ടായിരുന്ന സ്ഥലമാണ്. അതായത് ഒരു ആൽമരവും അതിന് സമീപത്തായി ഒരു അമ്പലവും ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ആ അമ്പലം ഒന്നാകെ ഒലിച്ചുപോയൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പരിസരത്തൊക്കെ വലിയ രീതിയിൽ മണ്ണ് കൂടിയ അവസ്ഥയുമുണ്ട്. അത്തരത്തിൽ ഈ മണ്ണൊക്കെ നീക്കം ചെയ്ത് പരിശോധന നടത്തണമെങ്കിൽ ഒരുപക്ഷെ വലിയ അല്ലെങ്കിൽ കൂടുതൽ നാളുകൾ ഇവിടെ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അത്രത്തോളം ദിവസം ഈ പരിശോധന നടത്തിയാലും ഈ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുപോലുമില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ കൂടുതൽ ആളുകൾ, പ്രദേശവാസികൾ പറയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരണം എന്ന് തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പറയുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. തിരച്ചിലിന് സാധിക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് സഹായകരമാവുന്ന നിലവിലെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ തീർച്ചയായും കൂടുതൽ പരിശോധന ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.